ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കർത്താവ് അവനോട് മനസ്സലിഞ്ഞ് ആ ഭൂതത്തെ ശാസിക്കുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. കുരുടൻ്റെ കണ്ണു തുറന്നു. ഊമനായ മനുഷ്യൻ സംസാരിക്കുവാൻ തുടങ്ങി. ജനമെല്ലാം ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കുരുടൻ്റെ കണ്ണു തുറന്ന ദൈവം ഊമനായ മനുഷ്യനെ സംസാരിക്കുവാറാക്കിയ ദൈവം. ജനമെല്ലാം ആശ്ചര്യപ്പെടുകയാണ്. യേശുവിൻ്റെ അടുക്കൽ ഓടിക്കോടുകയാണ്. പലരും യേശുവിൽ വിശ്വസിച്ചു. അത്ഭുതങ്ങൾ കണ്ട് ജനം വിശ്വസിക്കുകയാണ്. എന്നാൽ ചില പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് വീണ്ടും പറഞ്ഞു, ഗുരു, അവിടുന്ന് ഞങ്ങൾക്കൊരടയാളം കാണിച്ചു തരണം. യേശു കർത്താവ് അവരോട് പറഞ്ഞു, അടയാളം തിരയുന്ന തലമുറ ദോഷമുള്ള തലമുറയാണ് എന്ന് പറഞ്ഞ് യേശു കർത്താവ് അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. യോന പ്രവാചകനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ കിടക്കും. ഇതാ യോനയെക്കാളും വലിയവൻ. പിന്നെയും യേശു പറഞ്ഞു, ശലോമോൻ ജ്ഞാനിയായൊരു മനുഷ്യനായിരുന്നു. ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അറുതികൾ നോക്കിയേയും ആളുകൾ കടന്നു വന്നു. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. പ്രിയപ്പെട്ടവരെ, അടയാളം അന്വേഷിക്കുന്നവരോട് യേശു കർത്താവ് പറഞ്ഞു, ഇതിനും വലിയൊരു അടയാളം എനിക്ക് തരാനില്ല. യോനേക്കാളും വലിയവൻ, ശലോമോനേക്കാളും വലിയവൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഞാൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾക്കൊരടയാളമാണ്. ഇതാ ഞാൻ നിങ്ങൾക്കൊരടയാളം തരുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു നമുക്കൊരു അടയാളമാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്കൊരടയാളമാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അത് നമുക്കൊരടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുരുടൻ്റെ കണ്ണ് തുറക്കുന്നത് അവർ കണ്ടു. ഒരു ഊമനായ മനുഷ്യൻ സംസാരിക്കുന്നത് അവർ കണ്ടു. അത് കണ്ടിട്ടും പെട്ടെന്ന് വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരടയാളം കൂടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിച്ചവരോട് യേശു പറഞ്ഞു, ഈ യാത്ര, ഈ വഴി ദുർഘടമാണ്. അടയാളം തിരിഞ്ഞുകൊണ്ടുള്ള യാത്ര. ഇത് ദോഷമുള്ള തലമുറയാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരടയാളം തരാം. അത് എൻ്റെ ജീവിതമാണ്. യോനയെക്കാളും ശലോമോനേക്കാളൊക്കെ വലിയവനായി ഞാൻ നിങ്ങളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നില്ലേ? നിങ്ങളെ തേടി വന്നില്ലേ? ഇതിനും വലിയൊരടയാളമില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് സദ്വർത്തമാനം കേട്ടവരാണ്. ദൈവശബ്ദം കേൾക്കുന്നവരും ദൈവത്തെ അനുഗമിക്കുന്നവരുമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സുവിശേഷം കേൾക്കുന്നവർ. നമുക്ക് മുൻപിൽ ഇതിനേക്കാളും വലിയൊരു അടയാളമില്ല. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയാണ്. യഹൂദന്മാർ അടയാളം തരികയാണ്. യഹൂദന്മാർക്കാണ് മശിഹായെക്കുറിച്ച് വാഗ്ദത്തം ലഭിച്ചത്. അവരായിരുന്നു അവനെ സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ യേശു കർത്താവ് ജനിച്ചപ്പോൾ അവനെ വീണ് നമസ്കരിക്കാൻ വന്നത് യവനന്മാരാണ്, വിദ്വാൻമാരാണ്. യഹൂദൻ്റെ കൊട്ടാരത്തിൽ വന്ന് യഹൂദന്മാർ രാജാവായി പിറന്നവൻ
എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ പിറവിയെക്കുറിച്ചുള്ള സന്ദേശം പങ്കുവച്ചിട്ടും അവർക്ക് അവനെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ജ്ഞാനം സമ്പാദിക്കണമെന്ന്. യേശു കർത്താവിനെ തേടി യവനന്മാരായ ചില പുരുഷന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു. ജ്ഞാനിയുടെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ, ജ്ഞാനം തേടിയുള്ള യാത്രയ്ക്കൊടുവിൽ അവർ വന്നെത്തി നിന്നത് യേശു ക്രിസ്തുവിലാണ്. അതിനേക്കാളും വലിയൊരു ജ്ഞാനമില്ല, അതിനേക്കാളും വലിയൊരു അടയാളമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും യേശു നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്നാൽ അടയാളം കണ്ടതുകൊണ്ടല്ല, അത്ഭുതം കണ്ടതുകൊണ്ടല്ല, സാക്ഷാൽ ക്രിസ്തു തന്നെ നമുക്കൊരടയാളമായിരിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ നിത്യതയിലേക്ക് നയിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ദൈവശബ്ദത്തിനായി കാതോർക്കാം. നിത്യതയുടെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇടുക്കുവഴിയിലൂടെയാണ് നാം കടക്കുന്നത്. ലോകപ്രകാരം അത്ഭുതങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നമുക്ക് മുൻപിൽ ദൈവം നൽകിയ വാഗ്ദത്ത വചനമുണ്ട്. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.